ഹലോ ഗൈസ്, മൈൻഡ് ഫാക്ട്സ് ബൈ ഷിയോൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ക്യൂസ് വീഡിയോ ആയിട്ടല്ല വന്നിരിക്കുന്നത്. തികച്ചും വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് ഇന്ന്. ഫിൻലാൻഡ്, സ്വിറ്റ്സർലാൻഡ്, ഐസ്ലാൻഡ്, ജപ്പാൻ എന്നീ രാജ്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ എന്നീ രാജ്യങ്ങളിലെ പ്രത്യേകതകൾ നിങ്ങൾക്കറിയുമോ? അതായത് ഈ രാജ്യങ്ങളിലെ ചില രഹസ്യങ്ങൾ നിങ്ങൾ അറിയാതെ പോയിട്ടുണ്ട്. ആ രഹസ്യങ്ങളെ കുറിച്ച് നമുക്കിന്ന് പരിചയപ്പെട്ടാലോ? ആദ്യമായി നമുക്ക് ഫിൻലാൻഡിലെ കുറച്ച് പ്രത്യേകതകൾ പരിചയപ്പെടാം. ലോകത്തിലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസം നൽകുന്ന രാജ്യമാണ് ഫിൻലാൻഡ്. എന്നാൽ ഫിൻലാൻഡിൽ പരീക്ഷകളില്ല. ലോകത്തിലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസം നൽകുന്ന ഫിൻലാൻഡ് എന്ന രാജ്യത്ത് പരീക്ഷകളില്ല. ചെറിയ ക്ലാസുകളിൽ കളികളിലൂടെ കുട്ടികളെ പഠിപ്പിക്കുന്നു. പ്രാഥമിക സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ആഴ്ചയിൽ 20 മണിക്കൂർ മാത്രമേ ക്ലാസ് ഉള്ളൂ. മാർക്കിന്റെ അടിസ്ഥാനത്തിലുള്ള പരീക്ഷകൾക്ക് പകരം മത്സരത്തെക്കാൾ സഹകരണത്തിന് മുൻഗണന നൽകുകയും വിദ്യാർത്ഥികളുടെ ശക്തിയിലും താല്പര്യങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നു. ഫിൻലാൻഡിൽ സ്പീഡ് ലിമിറ്റ് തെറ്റിച്ചാലുള്ള ട്രാഫിക് പിഴ ഡ്രൈവറുടെ പ്രതിദിന വരുമാനത്തെ ആശ്രയിച്ചാണ് കണക്കാക്കുന്നത്. അതിനാൽ കോടീശ്വരന്മാർക്ക് ലക്ഷക്കണക്കിന് രൂപ പിഴ ലഭിക്കാറുണ്ട്. ഇവിടെ വൈഫ് കെയറിംഗ്, എയർ ഗിറ്റാർ ചാമ്പ്യൻഷിപ്പ് തുടങ്ങിയ വിചിത്രമായ ലോക മത്സരങ്ങൾ നടക്കാറുണ്ട്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ നഷ്ടപ്പെട്ട പേഴ്സുകളും പണവും ഉടമസ്ഥർക്ക് തിരികെ ലഭിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഫിൻലാൻഡ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ കോഫി കുടിക്കുന്ന ജനത ഫിൻലാൻഡിലെ ആളുകളാണ്. ഒരാൾ വർഷത്തിൽ ശരാശരി 12 കിലോയോളം കോഫി കുടിക്കുന്നു. ഇനി സ്വിറ്റ്സർലാൻഡിലെ കുറച്ച് പ്രത്യേകതകൾ നോക്കാം. സമയം ആരെയും കാത്തു നിൽക്കാറില്ല. സമയം കൃത്യമായി ഉപയോഗിച്ചില്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകുമെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ ഈ സമയം നിക്ഷേപിക്കാൻ കഴിയുന്നൊരു രാജ്യമുണ്ട്. സ്വിറ്റ്സർലാൻഡിലാണ് സമയം ഡെപ്പോസിറ്റ് ചെയ്യാൻ സാധിക്കുന്ന ബാങ്ക് ഉള്ളത്. വാർദ്ധക്യ സഹായ പദ്ധതിയായിട്ട് ആൺ ടൈം ഡെപ്പോസിറ്റ് ബാങ്ക് ആരംഭിച്ചത്. സഹായം ആവശ്യമായ പ്രായമായവരെ പരിപാലിക്കാൻ പ്രവർത്തനക്കാർക്ക് സ്വമേധയാ കടന്നുവരാം. മുതിർന്നവർക്കായി ഇവർ ചെലവഴിക്കുന്ന മണിക്കൂറുകളുടെ കണക്ക് അവരുടെ വ്യക്തിഗത സാമൂഹ്യ സുരക്ഷാ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നു. സന്നദ്ധ സേവകർ വാർദ്ധക്യത്തിൽ എത്തുമ്പോൾ ഈ ടൈം ബാങ്ക് അവരെ സഹായിക്കും. ഒരു സന്നദ്ധ പ്രവർത്തകനെയും അവർക്ക് നൽകും. സ്വിറ്റ്സർലാൻഡിന് ഔദ്യോഗികമായി ഒരു തലസ്ഥാന നഗരമില്ല. എങ്കിലും ഭരണകാര്യങ്ങൾക്കായി ബേൺ ആണ് ഫെഡറൽ സിറ്റിയായി ഉപയോഗിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങളിൽ ഒന്നായ ഇവിടെ ശരാശരി 7-ൽ ഒരാൾ കോടീശ്വരനാണെന്ന് കണക്കുകൾ പറയുന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ ചോക്ലേറ്റ് കഴിക്കുന്ന ആളുകൾ സ്വിറ്റ്സർലാൻഡുകാരാണ്. രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായി പാലങ്ങളും തുരങ്കങ്ങളും സ്ഫോടന വസ്തുക്കൾ വെച്ച് തകർക്കാൻ പാകത്തിലാണ് സ്വിസ് സൈന്യം സജ്ജീകരിച്ചിരിക്കുന്നത്. ഇനി ഐസ്ലാൻഡിലേക്ക് കടക്കുമ്പോൾ അഗ്നിപർവ്വതങ്ങളുടെ നാടായ ഐസ്ലാൻഡിലെ ബ്ലൂൻ ലഗൂൺ വളരെ പ്രശസ്തമാണ്. ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഈ തടാകത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഒരു ജിയോ തെർമൽ പവർ സ്റ്റേഷനിൽ നിന്ന് പുറത്തുവിടുന്ന വെള്ളമാണ് ഇവിടെ ശേഖരിക്കുന്നത്. ടർബൈനിലൂടെ കടന്നു പോയ ശേഷം ഊർജ ഉത്പാദനത്തിന് പുനരുപയോഗിക്കാൻ സാധിക്കാത്തതിനാൽ ജലം കുളത്തിലേക്ക് തുറന്നു വിടുകയാണ് ചെയ്യുന്നത്. നിരവധി
ധാതു സമ്പുഷ്ടമായ ഈ വെള്ളം പല ത്വക്ക് രോഗങ്ങൾ മാറ്റുന്നതിനും സഹായിക്കുന്നു. നിരവധി സന്ദർശകരാണ് ദിനംപ്രതി ഇവിടെ എത്തുന്നത്. ലോകത്ത് സ്ഥിരമായി സസ്യമില്ലാത്ത വളരെ ചുരുക്കം ചില രാജ്യങ്ങളിൽ ഒന്നാണ് ഐസ്ലാൻഡ്. നാറ്റോ സഖ്യത്തിന്റെ ഭാഗമാണെങ്കിലും ഇവർക്ക് സ്വന്തമായി കരയോ കടലോ വ്യോമസേനയോ ഇല്ല. ഇവിടെയുള്ള ആളുകൾ കുടുംബ പേരുകൾ ഉപയോഗിക്കാറില്ല. പകരം അച്ഛൻ്റെയോ അമ്മയുടെയോ പേരിനൊപ്പം മകനുടെയോ മകളുടെയോ എന്നർത്ഥം വരുന്ന സൺ, ഡോട്ടർ എന്നീ വാലുകൾ ചേർത്താണ് പേര് ഉണ്ടാക്കുന്നത്. ലോകത്ത് കൊതുകുകൾ തീർത്തും ഇല്ലാത്ത അപൂർവ സ്ഥലങ്ങളിൽ ഒന്നാണ് ഐസ്ലാൻഡ്. ഇവിടുത്തെ കാലാവസ്ഥ മാറ്റങ്ങളും തണുപ്പും കാരണം കൊതുകുകൾക്ക് ജീവിക്കാൻ കഴിയാത്തതാണ് കാരണം. ലോകത്തിലെ ഏറ്റവും കുറ്റകൃത്യങ്ങൾ കുറഞ്ഞ രാജ്യങ്ങളിൽ ഒന്നാണ് ഇത്. അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ പോലും തോക്കുകൾ കയ്യിൽ കരുതാറില്ല. അവിടുത്തെ ഭൂരിഭാഗം ജനങ്ങളും പാറക്കെട്ടുകളിലോ ഗുഹകളിലോ എൽഫുകൾ അഥവാ അദൃശ്യരായ ജീവികളുണ്ടെന്ന് വിശ്വസിക്കുന്നു. പുതിയ റോഡുകൾ നിർമ്മിക്കുമ്പോൾ പോലും ഇവരുടെ ആവാസ വ്യവസ്ഥ തടസ്സപ്പെടാതിരിക്കാൻ വഴികൾ മാറ്റിപ്പണിയാറുണ്ട്. ഐസ്ലാൻഡിലെ 10 പേരിൽ ഒരാൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു പുസ്തകം എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുണ്ടാകും. സാഹിത്യത്തിന് അത്രയധികം പ്രാധാന്യം നൽകുന്ന സമൂഹമാണിത്. ഇനി നമുക്ക് ജപ്പാനിലേക്ക് കടക്കാം. ഫേക്ക് ഡിസ്നിലാൻഡ് എന്ന് കേട്ടിട്ടുണ്ടോ? അതെ, ഒറിജിനലിന്റെ അപരൻ. ജപ്പാനിലെ ബിസിനസ്സുകാരനായ ഉൻസിയോ മാർച്ചോ ആണ് ഈ ഫേക്ക് ഡിസ്നിലാൻഡ് നിർമ്മിച്ചത്. 1950 ഡിസ്നിലാൻഡ് സന്ദർശിച്ച ശേഷം അതുപോലെ ഒരു ഡിസ്നിലാൻഡ് ജപ്പാനിൽ പണിയാൻ അദ്ദേഹം ഡിസ്നിയെ സമീപിച്ചു. എന്നാൽ ആ ആവശ്യം അവർ നിഷേധിച്ചതോടെ ഫേക്ക് ഡിസ്നിലാൻഡ് ജപ്പാനിലെ നാറയിൽ നിർമ്മിച്ചു. അതിന് ഡ്രീം ലാൻഡ് എന്ന പേരിട്ടു. 1961 മുതൽ 40 വർഷത്തോളം ഈ അമ്യൂസ്മെന്റ് പാർക്ക് പ്രവർത്തിച്ചിരിക്കുന്നു. സന്ദർശകർ കുറഞ്ഞതോടെ 2006 ഈ പാർക്ക് അടച്ചു. അതിനുശേഷം 2017 ഈ പാർക്ക് പൊളിച്ചു മാറ്റിയത്. ജോലി സമയത്ത് ഓഫീസിൽ വെച്ച് ഉറങ്ങുന്നതിനെ ജപ്പാനിൽ ഒരു മോശമായ കാര്യമായി കാണാറില്ല. മറിച്ച് കഠിനാധ്വാനം ചെയ്ത് ക്ഷീണിച്ചുകൊണ്ടാണ് അവർ ഉറങ്ങുന്നത് എന്ന് കരുതി ജനം അതിനെ ബഹുമാനത്തോടെയാണ് കാണുന്നത്. ജപ്പാനിലെ ചതുരത്തിലുള്ള തണ്ണിമത്തങ്ങൾ കൃഷി ചെയ്തിട്ടുണ്ട്. ഫ്രിഡ്ജിൽ എളുപ്പത്തിൽ വെക്കാനും സൂക്ഷിക്കാനും വേണ്ടിയാണ് ഇവ പ്രത്യേക പെട്ടികളിലായി ഇത്തരത്തിൽ വളർത്തിയത്. ജപ്പാനിലെ റോഡരികുകളിൽ കാണുന്ന വെൻഡിംഗ് മെഷീനുകളിൽ കുടിവെള്ളം മാത്രമല്ല, ചൂടുള്ള സൂപ്പ്, ഐസ്ക്രീം, കുടകൾ, പൂക്കൾ എന്നിവയും ലഭിക്കും. ഇവിടെ തോക്കുകളുടെ ഉപയോഗം വളരെ കർശനമായി നിരോധിച്ചിരിക്കുന്നു. അതിനാൽ ജപ്പാനിൽ കുറ്റകൃത്യങ്ങൾ കുറവാണ്. ജപ്പാനിലെ സ്കൂളുകളിൽ വിദ്യാർത്ഥികൾ തന്നെയാണ് ക്ലാസ് മുറികളും ഇടനാഴികളും വൃത്തിയാക്കുന്നത്. ഇത് കുട്ടികളിൽ ചെറിയ കാലം മുതലേ ശുചിത്വബോധവും ഉത്തരവാദിത്വവും വളർത്താൻ സഹായിക്കുന്നു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് നൽകുക. ഇത്തരത്തിലുള്ള വീഡിയോസ് ഇനിയും വേണമെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമന്റ് ചെയ്യുക. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസുമായി വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും നന്ദി.